വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. അഭിഷേകമായവനേ, ഹോറേബിലഗ്നിയായി ജ്വലിച്ചവനേ, ദാവീദിൽ അഭിഷേകമായവനേ, ഹോറേബിലഗ്നിയായി ജ്വലിച്ചവനേ, ഏലിയായുടെ ബലിപീഠത്തിൽ അഗ്നിയിറക്കിയ ആത്മാവേ, ഏലിയായുടെ ബലിപീഠത്തിൽ അഗ്നിയിറക്കിയ ആത്മാവേ, പകരണമേ പകരണമേ, പുതിയൊരു ശക്തി പകരണമേ, നിറയണമേ നിറയണമേ, നിറഞ്ഞു കവിയണമേ, പകരണമേ പകരണമേ, പുതിയൊരു ശക്തി പകരണമേ, നിറയണമേ നിറയണമേ, നിറഞ്ഞു കവിയണമേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ക്ഷേമ ഇസ്രായേൽ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പലതവണ ധ്യാനങ്ങളിൽ പങ്കെടുത്തും ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാത്ത വ്യക്തികളെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ മാത്രം ഒരു ഉയർച്ചയും സംഭവിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന അനേകരെ നമ്മുടെ ഇടയിൽ കാണാൻ കഴിയും. പലപ്പോഴും ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുക മാത്രം ചെയ്യുന്നവരായി നാം മാറുമ്പോഴാണ് അനുഗ്രഹങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തമായ ഒരു കടന്നുവരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം ആയിരിക്കുന്ന തലങ്ങളിൽ നിന്ന് ഒരു പടി മുകളിലേക്കോ ഒരു പടി താഴേക്കോ ചവിട്ടാൻ നാം തയ്യാറാകണം. ദൈവവചനം ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ തന്നെ നമുക്ക് ശ്രവിക്കാം. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കാനായി കടന്നു വരുന്നത് ക്യാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. അച്ഛനിലൂടെ ദൈവവചനത്തിൻ്റെ ശക്തി നമുക്ക് സ്വീകരിക്കാം. ഈശോയിലേറ്റ സ്നേഹമുള്ളവരെ, ദൈവവചനം മാംസമായി അവതരിച്ച യേശു ദൈവത്തിൻ്റെ വചനം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പലപ്പോഴും തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തുന്നത് എപ്രകാരമാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം
6-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്ന ചില സംഭവങ്ങൾ നമുക്കിന്ന് ധ്യാനിക്കാം. അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്ന് നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ച് കൂടിയെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്ന് നിന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദൈവം നമുക്ക് കൈയെത്താത്ത ദൂരത്ത് നിൽക്കുന്ന, കാണാൻ കഴിയാത്ത ദൂരത്ത് നിൽക്കുന്ന എന്തോ ഒരു വലിയ സംഭവമായി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പലപ്പോഴും ഇന്നും നമുക്ക് കാണാൻ സാധിക്കും, ഓരോ മനുഷ്യനും ദൈവത്തെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കണ്ടെത്താൻ അവന് സാധിക്കുന്നില്ല. എന്നാൽ മനുഷ്യനായി പിറന്ന ദൈവം യേശു ക്രിസ്തു എന്ന രൂപം പ്രാപിച്ച് നമ്മുടെ മുമ്പിൽ അവതരിച്ച് സമതലത്തിലേക്ക് ഇറങ്ങി വന്നു. സമതലം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഞാനും എൻ്റെ സഹോദരനും നേർക്കുനേർ നിൽക്കുകയും ഒരുപോലെ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷമാണ്. ഞാൻ എൻ്റെ സഹോദരനെ എൻ്റെ നേരെ മുമ്പിൽ കാണുന്നു. ഒട്ടും മുകളിലായുമല്ല, ഒട്ടും താഴെയുമല്ല. അവൻ എൻ്റെ സമതലത്തിൽ നിൽക്കുകയാണ്. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. നമുക്കറിയാം, ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, അശരീരിയാണ്. ലോകം മുഴുവനും അന്വേഷിക്കുന്ന ദൈവം ഈ സ്വഭാവങ്ങളോട് കൂടിയ വ്യക്തിയാണ്. എങ്കിലും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താതെ നമുക്കാർക്കും ആ ദൈവത്തെ കാണുക സാധ്യമല്ല. അങ്ങനെ തന്നെ തന്നെ വെളിപ്പെടുത്തിയ ഏകദൈവം സമതലത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുന്ന തലത്തിലേക്ക്, പാപം നിറഞ്ഞ ഈ ലോകത്തിലേക്ക്, നമ്മുടെ കുറവുകളിലേക്ക്, നമ്മുടെ രോഗങ്ങളിലേക്ക്, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, നമ്മുടെ തടസ്സങ്ങളിലേക്ക് ഇറങ്ങി വന്നുവെന്ന അർത്ഥം. സമതലത്തിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ അതിന് മുകളിൽ എവിടെയോ ആയിരുന്നല്ലോ ദൈവത്തിൻ്റെ സ്ഥാനം. നമുക്കറിയാം, പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമങ്ങളിലും ഒട്ടുമിക്ക മതഗ്രന്ഥങ്ങളിലും ഒട്ടുമിക്ക വിശ്വാസങ്ങളിലും നമ്മൾ കാണുന്ന ഒരു വലിയ സത്യമുണ്ട്. മലയുടെ മുകൾ വശം അല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ മുകൾ വശം ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. മലമുകളിലേക്ക് പാപപരിഹാരാർത്ഥം കടന്നു പോകുന്നവരുണ്ട്. മലമുകളിലേക്ക് ദൈവത്തെ അനുഭവിക്കുവാനും ധ്യാനിക്കുവാനുമായി കടന്നു പോകുന്നവരുണ്ട്. മലമുകളിലേക്ക് ഒന്ന് സ്വസ്ഥമായി പ്രാർത്ഥിക്കുവാൻ കടന്നു പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, മലമുകൾ എന്നും ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പറയുന്ന സങ്കീർത്തനോട് ചേർന്ന് മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ മുകളിൽ നിന്നും നമ്മൾ നോക്കുന്ന ആ ഉന്നതത്തിൽ നിന്നും ദൈവപുത്രനായി മനുഷ്യനായി ഈ ദൈവം ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം വെളിപ്പെടുത്തുന്നത് ഇതാണ്: ഞാനും നിങ്ങളും അന്വേഷിക്കുന്ന ദൈവം എന്നെയും നിങ്ങളെയും അന്വേഷിച്ച് നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. ആരൊക്കെ തീഷ്ണതയോടെ അവന് വേണ്ടി കാത്തിരിക്കുന്നു, അവരുടെ അടുക്കലേക്ക് അവൻ വളരെ വ്യക്തമായി കടന്നു വന്നിരിക്കും. അവൻ നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുറവുകളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ആദ്യമായി പറയുവാൻ പോകുന്ന, ഒന്നാമതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കുന്നവരുടെ അടുക്കലേക്ക് കുറവുകൾ മനസ്സിലാക്കുവാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം. കാരണം മനുഷ്യന് അപ്രാപ്യമായ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം അവന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വീണ്ടും വചനം പറയുന്നു, ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണം യേശുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഒപ്പം അവൻ്റെ വചനം ശ്രവിക്കുന്നതിന് ഒരു വലിയ ജനക്കൂട്ടം അവിടെ കടന്നു വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിന് ആവശ്യമായ വില കൊടുക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾക്ക് ദൈവാനുഗ്രഹം സ്വന്തമാക്കാൻ സാധിക്കും. അടുത്തിടെ കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് പ്രശ്നങ്ങൾ പങ്കുവെച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ ഒരു 4-5 ദിവസം കാരിസ് ഭവനിൽ നടക്കുന്ന ധ്യാനത്തിൽ വന്നൊന്ന് സംബന്ധിക്കുക, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒരു ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുക, ദൈവത്തിൻ്റെ വചനം കേൾക്കുക. ആ ചെറുപ്പക്കാരന് ദൈവവചനത്തിൻ്റെ അർത്ഥമോ ദൈവവചനം എങ്ങനെ കേൾക്കണമെന്നോ അത് കേൾക്കുന്നത് കൊണ്ടുള്ള പ്രയോജനമോ ഒന്നും മനസ്സിലായിട്ടില്ല. പകരം എങ്ങനെയെങ്കിലും ദൈവാനുഗ്രഹം ലഭിക്കണം, തടസ്സങ്ങളൊക്കെ മാറണം, നല്ലൊരു ജോലി ലഭിക്കണം, കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോകണം, സാമ്പത്തിക പരാധീനത അവസാനിക്കണം, നല്ലൊരു വീട് പണിയണം എന്നുള്ള ആഗ്രഹമൊക്കെയാണ് ഉള്ളത്. കുറേ നേരത്തെ സംസാരത്തിന് ശേഷം ഞാൻ ഈ ധ്യാനം കൂടണമെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യം ഇതാണ്: അച്ഛാ, ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ 5 ദിവസം
ധ്യാനത്തിന് വേണ്ടി മാറി നിൽക്കാൻ എനിക്ക് സമയമില്ല, അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാകും. ഞാൻ പറഞ്ഞു, മോനെ, നിന്റെ മനോഭാവം തെറ്റാണ്. കാരണം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വില കൊടുക്കുമ്പോൾ അതനുസരിച്ച് നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കുറവുകൾ, പാകപ്പിഴകൾ നികത്തുവാൻ നീ തീരുമാനമെടുക്കുമ്പോഴാണ് ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നവനാണ്, നമ്മളെ മനസ്സിലാക്കുന്നവനാണ്. എങ്കിലും ദൈവത്തിന് കൊടുക്കാൻ നമുക്ക് സമയമുണ്ടാകണം. രണ്ടാമതായി, ദൈവത്തിന് കൊടുക്കാൻ നിനക്ക് സമയമുണ്ടോ? ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നിനക്ക് സമയമുണ്ടോ? നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എനിക്ക് അനുഗ്രഹങ്ങൾ നൽകണം, എൻ്റെ രോഗം മാറണം, എനിക്കൊരു ജോലി ലഭിക്കണം, എൻ്റെ കുടുംബം നന്നായിട്ട് പോകണം, എൻ്റെ കഷ്ടപ്പാടുകൾ തീരണം, എൻ്റെ ദുരിതങ്ങൾ തീരണം. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനകളാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമെങ്കിൽ ദൈവത്തെ ശ്രവിക്കുവാൻ നമ്മൾ സമയം കൊടുക്കണം. ദൈവത്തെ ശ്രമിക്കുവാൻ സമയം കൊടുക്കാത്ത വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം സ്വന്തമാക്കുക സാധ്യമല്ല. വചനം പഠിപ്പിക്കുന്നു, ജെറുസലേം, യൂദയ, ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്ന് പോലും കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ അവിടേക്ക് അനേകർ കടന്നു വന്നിരുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം നമുക്കറിയാം. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ സമയം കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ തേടി പോകുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമ്മൾ തീരുമാനമെടുക്കുന്നത് കുറവാണ്. പ്രിയപ്പെട്ടവരെ, നവീകരണം, ദൈവവചന ശുശ്രൂഷ സജീവമായി ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിലും നമുക്കറിയാം ഇന്നും പ്രശ്നങ്ങളൊക്കെ തുടരുകയാണ്. സമൂഹത്തിലെ അധപ്പതിച്ച അവസ്ഥകൾ, തെറ്റിൻ്റെയും തിന്മകളുടെയും ഒക്കെ പിന്നാലെ പോകുന്നവരുടെ എണ്ണം, ഇതൊക്കെ നാൾക്ക് നാൾ പെരുകി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ദൈവവചനം വെറുതെ കേൾവിക്കാരായിരുന്ന് കേട്ടുകൊണ്ട് ദൈവാനുഗ്രഹം സ്വന്തമാക്കി ഒരുപക്ഷെ ദൈവത്തെ വഞ്ചിക്കുന്നുവെന്ന് പോലും പറയാൻ തക്ക വിധത്തിൽ മാത്രമാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ കയറി പറ്റുന്നത്. ഇതല്ല വേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു യഥാർത്ഥ മാറ്റമാണ്. ഈശോയുടെ വചനം കേൾക്കുവാൻ ജെറുസലേമിൽ നിന്നും യൂദയായിൽ നിന്നും ആളുകൾ വന്നുവെന്ന് പറയുന്നു. ജെറുസലേം എന്ന് പറയുന്നത് സാമ്പത്തികമായി ഉന്നമനമുള്ളവരുടെ സ്ഥലമാണ്. യേശുവിനെ കാണാൻ വന്നവരിൽ സാമൂഹികമായി ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവരും സാമ്പത്തികമായി ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവരും ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിത്. എന്ന് പറഞ്ഞാൽ അവർക്കുമുണ്ട് പ്രശ്നങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന ചിലരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ താഴ്ന്ന അവസ്ഥയെക്കുറിച്ച്, സാമ്പത്തികമായി താഴ്ന്നു പോയ അവസ്ഥയെക്കുറിച്ച്, ഒരുപക്ഷെ രോഗമായി ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയുള്ള അനുഭവത്തെക്കുറിച്ച് ഒക്കെ ചിന്തിച്ച് ഒരുപാട് വിഷമത്തിലിരിക്കുന്നുണ്ടാവാം. സാമൂഹികമായി ഉന്നതിയിൽ നിൽക്കുന്നവരും ഏതെങ്കിലുമുള്ള വലിയ ഉദ്യോഗങ്ങളൊക്കെ വഹിക്കുന്നവരും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് നെട്ടോട്ടം ഓടുകയാണ്. അവരും യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരേണ്ടവരായിട്ടുണ്ട്. വീണ്ടും പറയുന്നു, ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും ഈശോയെ കാണാൻ വന്നിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഒരേ വചനത്തിൽ തന്നെ ലൂക്കാസ് സുവിശേഷകൻ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നത അവസ്ഥയിലും ആരോഗ്യമുള്ള അവസ്ഥയിലും ഇല്ലാത്ത അവസ്ഥയിലും ഏതവസ്ഥയിലും യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നാം തയ്യാറാകണം. ടൈറും സീദോനും തീരപ്രദേശമാണ്. നമുക്കറിയാം, തീരപ്രദേശം ഇന്നും അവഗണിക്കപ്പെട്ട സ്ഥലമാണ്. തീരപ്രദേശം എല്ലാത്തിൻ്റെയും വിളുമ്പാണ്. തീരപ്രദേശം എന്ന് പറയുന്നത് സാമ്പത്തികമായി കുറഞ്ഞ പ്രദേശത്തെ സൂചിപ്പിക്കുന്നതാണ്. തീരപ്രദേശം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും അവസാനമാണ്. നിരാശയിലും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും സാമൂഹികമായി യാതൊരു വിധത്തിലുള്ള ഉന്നമനവുമില്ലാത്ത ജനങ്ങൾ വസിക്കുന്ന സ്ഥലമാണ് തീരപ്രദേശമെന്ന് ഇന്നും പൊതുവെ ഗണിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരും യേശുവിൻ്റെ വചനം കേൾക്കുവാൻ സമതലത്തിലേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ അവർ തീരപ്രദേശത്ത് നിന്നും അല്പം ഉയർന്ന് ചിന്തിക്കാൻ തുടങ്ങി. യൂദയ എന്ന് പറയുന്നത് കുന്നിൻപുറമാണ്. യൂദയായിൽ നിന്നും ആളുകൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ താഴെ വന്നു. അവരും സമതലത്തിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആയിരിക്കുന്ന തലത്തിൽ നിന്നും ഉയർന്നോ താഴ്ന്നോ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കണം. ഒത്തിരിയേറെ കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും വേദനകളിലും ഞെരുക്കങ്ങളിലും കടന്നു പോകുന്നവർ നിങ്ങളെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാനും ഒത്തിരിയേറെ സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും അഭിമാനത്തിലും അഹങ്കാരത്തിലും കഴിയുന്നവർ നിങ്ങളെ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സമതലത്തിലേക്ക് വരുവാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്ന സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ മുമ്പിൽ ദൈവം അവതരിപ്പിക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവൻ സാമൂഹികമായി സാമ്പത്തികമായി ഒത്തിരിയേറെ ഉയർന്ന നിലയിൽ നിൽക്കുന്നവനാണ്. യേശുവിനെ കുറിച്ച് കേട്ടിട്ടുള്ളതല്ലാതെ യേശുവിനെ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യാത്ത വ്യക്തി.
എന്നാൽ യേശു താൻ ഇരിക്കുന്ന വഴിയിലൂടെ കടന്നു വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൻ താഴേക്ക് ഇറങ്ങുന്നതിന് പകരം വീണ്ടും മുകളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. തൊട്ടടുത്ത് കണ്ട സിക്കമൂർ മരത്തിൽ കയറി യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം മാത്രം മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് അവൻ അവിടെ ഇരുന്നു. എന്നാൽ അവൻ്റെ ആ ചെറിയ ആഗ്രഹത്തെ പോലും യേശു കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. യേശു അവനിരിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് നിന്ന് മുകളിലേക്ക് നോക്കി അവനെ വിളിച്ചു, സക്കേവൂസ്, നീ താഴെ ഇറങ്ങുക. പ്രിയപ്പെട്ടവരെ, നീ ഏതവസ്ഥയിലാണെന്ന് നീ പരിശോധിക്കണം. നീ മുകളിലേക്ക് കയറിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ദൈവത്തെ അനുഭവിച്ചറിയാൻ നീ സമതലത്തിലേക്ക് താഴേക്ക് ഇറങ്ങി വരണം. വീണ്ടും നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന മറ്റൊരു വ്യക്തിയാണ് 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. ഈ സ്ത്രീ സാമൂഹികമായി ഒത്തിരിയേറെ താഴ്ന്ന അവസ്ഥയിലുള്ളതാണ്. ഈ സ്ത്രീ സാമ്പത്തികമായി ഒരുപാട് താഴ്ന്ന അവസ്ഥയിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലേക്ക് കടന്നു വരുവാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത വ്യക്തി. ഈ സ്ത്രീ തന്നെ മറന്ന് യേശു കടന്നു പോകുന്ന വഴിയിലേക്ക് തന്നെ തന്നെ ഉയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തെയും അനുഭവിച്ചറിയണമെങ്കിൽ ഒന്നുകിൽ നീ നിന്നെ തന്നെ താഴ്ത്തണം. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തിന് മനസ്സിലാകുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് നിന്നെ തന്നെ ഉയർത്തണം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കണ്ട കാര്യം അതാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവമായിരിക്കുന്ന സമതലത്തിലേക്ക്, യേശു നിൽക്കുന്ന സമതലത്തിലേക്ക് കടന്നു വന്നവരൊക്കെ അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു, രോഗികൾക്ക് സൗഖ്യം ലഭിച്ചു, അനേകം പിശാച് ബാധിതർ സൗഖ്യമാക്കപ്പെട്ടു, അനേകർ അവനെ സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു. കാരണം അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ആവശ്യമായ രീതിയിൽ നിന്റെ ഹൃദയത്തെ പരുവപ്പെടുത്തുമ്പോഴാണ്. ഈ ഹൃദയ പരിവർത്തനമാണ് ഉയർത്തലിലൂടെയും താഴ്ത്തലിലൂടെയും സംഭവിക്കുന്നത്. നീ ഉന്നതമായ അവസ്ഥയിലാണെങ്കിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുക. നീ എല്ലാവരാലും അവഗണിക്കപ്പെട്ടു, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു എന്ന രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ അല്പം കൂടി മാറി നിന്നെ തന്നെ പരുവപ്പെടുത്തി ചിന്തിക്കുക. നിന്നെ അറിയുന്ന ദൈവം സമതലത്തിൽ എവിടെയോ നിന്നെ കാത്തിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന യേശുവിനെ, ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നിന്റെ അഹങ്കാരത്തിൽ നിന്നും നിന്നെ എളിമപ്പെടുത്തി, നിന്റെ സ്ഥാനമാനങ്ങളിൽ നിന്നെ എളിമപ്പെടുത്തി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിന്റെ ഹൃദയവികാരങ്ങളെ പങ്കുവയ്ക്കുക. നിന്റെ കുറവുകളിൽ നിന്നും നിന്റെ ബലഹീനതയിൽ നിന്നും നിന്നെ ഉയർത്തി കർത്താവിൻ്റെ ആ സമതലത്തിലേക്ക് വന്ന് നിന്നെ തന്നെ സമർപ്പിക്കുക. സർവശക്തനായ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ദൈവവചനത്തിൻ്റെ ഫലവും അനുഭവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ആരാധന 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 അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസ്രായേലിൻ ഇടയനേ ആരാധന ഇസ്രായേലിൻ നാഥനേ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന രക്ഷകനായ ഈശോയുടെ ഈ ഭൂമിയിലെ സാന്നിധ്യമായ ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ നമുക്ക് നോക്കാം. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ശക്തിയാൽ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും നിറയ്ക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ നോക്കി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, അങ്ങേ ആത്മാർത്ഥമായി സ്വീകരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് ഒരുക്കണമേ. ഞങ്ങൾ കേട്ട വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ മനസ്സിലാക്കി തന്നു. അങ്ങയുടെ തലത്തിലേക്ക് ഞങ്ങളെ ഉയർത്തിയാൽ മാത്രമേ അങ്ങയുടെ അനുഗ്രഹം സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ.
പത്രോസും മറ്റപ്പസ്തോലന്മാരെല്ലാം അങ്ങയുടെ തലത്തിലേക്ക് ഉയർന്നു വന്നവരോ താഴ്ന്നു വന്നവരോ ആണ്. സക്കേവൂസിനെ അങ്ങയുടെ തല